ശബരിമലയിൽ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിൽ 18ാം പടികയറ്റം താളം തെറ്റുന്ന ഒരു കാഴ്ചയാണ്. സന്നിധാനത്ത് നിന്നും ആശങ്കാജനകമായ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തീർത്ഥാടകർ ബാരിക്കേഡിന് മുകളിലൂടെ, അതായത് കുട്ടികളും മുതിർന്നവരും പ്രായമായവരും അടക്കമുള്ള അമ്മമാരടക്കമുള്ളവർ ഈ ബാരിക്കേഡ് മറികടന്ന് അയ്യനെ ഒരു നോക്ക് കാണാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിയന്ത്രിക്കാൻ പോലീസില്ല, മതിയായ സംവിധാനങ്ങളില്ല. എന്തിന് ഭക്തർക്ക് കുടിക്കാൻ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ പോലും ഇവിടെ ആരുമില്ല. വൃത്തിയുള്ള ഒരു ശുചിമുറിയില്ല. അങ്ങനെ നിരവധി കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകളാണ് ശബരിമലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ അവിടെ ദർശനം നടത്താനെത്തിയത് 2 ലക്ഷം ഭക്തരാണ്. ഈ ഭക്തരെല്ലാം അവരുടെ ആശങ്ക നമ്മളോടൊപ്പം പ്രകടിപ്പിക്കുന്നുണ്ട്. സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാനാകാതെ പോലീസ് നിൽക്കുന്നൊരു കാഴ്ച. തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ADGP ശ്രീജിത്തിന് കത്ത് നൽകിയെങ്കിലും ഇതുവരെയും അവിടുത്തെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികൃതരുടെ വീഴ്ചയിൽ ഭക്തരും അമർഷത്തോടെയാണ് പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? നിലവിൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാം. കാരണം നിലവിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ അപകടകരമാകുന്ന ഒരു അവസ്ഥയായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ തിരക്ക് പൂർണ്ണമായും പോലീസിൻ്റെ ഭാഗത്തേക്ക് പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ്. എന്തായാലും ക്രമാതീതമായ ഒരു തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ശബരിമല സന്നിധാനം കടന്നു പോയിരുന്നത്. എന്തായാലും നിലവിൽ ആ ഒരു പ്രതിസന്ധിക്ക്, ആ ഒരു ആശങ്കയ്ക്ക് അല്പം ഒരു അറുതി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ശബരിമല സന്നിധാനത്ത് മാത്രമല്ല മരക്കൂട്ടത്തടക്കം വലിയ ഒരു തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ തിരക്ക് തന്നെയാണ് വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള ഒരു തിരക്ക് പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ ഘട്ടം ഘട്ടമായി കയറ്റിവിടുക. കൃത്യമായി തന്നെ നിയന്ത്രിച്ച് മാത്രമേ ഇനി കയറ്റിവിടൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് അധികൃതർ വ്യക്തമാക്കിയത്. എന്നാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ശബരിമലയുടെ കോർഡിനേറ്ററായ ADGP ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് നിലവിലുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിൽ പരിഹരിച്ചുവെങ്കിലും നമ്മൾ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇത്ര വലിയ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നിലവിൽ പരിഹരിക്കേണ്ടത്. ആ പരിഹരിക്കാനുള്ള ഇടപെടൽ തന്നെയാണ് ഇനി ആവശ്യം. കൃത്യമായി തന്നെ അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് ഒരു സംവിധാനം, വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല, അവർ ആവശ്യപ്പെടുന്നില്ല. വെള്ളം കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും അതിനുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക് തന്നെ നിലവിൽ പോകണം. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ വന്ന് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതാണ്. നിലവിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഇപ്പോഴില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നു. കുറച്ചു നേരം കാത്തു വെക്കാൻ തയ്യാറായിട്ട് വേണം. ഇപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടു 15 മണിക്കൂർ ക്യൂ, 24 മണിക്കൂറിനകത്ത് തൊഴുതെല്ലാവരും മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം പോലും അയ്യപ്പന് മാറ്റിവെക്കാൻ പറ്റാത്തവരാരും ഇവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തിരക്ക് വരുമ്പോൾ കുറച്ച് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും. പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ കുറച്ച് എന്താ പറയുക കാത്തു നിന്ന് ഭഗവാനെ കാണേണ്ടി വരും എന്നുള്ളതല്ലാതെ ദർശനത്തിനൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ മുകളിൽ ഫ്ലൈ ഓവർ കാലിയാണ്. ആൾക്കാർ ഒന്ന് സുഖമായിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്നു. നേരത്തെ വന്നിരുന്ന എല്ലാ കൺഫ്യൂഷനും ഇപ്പോൾ തീർന്നു. ക്രമം തെറ്റി ക്യൂവിലൂടെ അല്ലാതെ വന്ന കുറേ ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കുണ്ടായത്. പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങും, അവർ വന്നവർക്കൊക്കെ നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു. അതുകൊണ്ട് വന്ന ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അത് സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായി വരുന്നവർക്ക് ഇന്നത്തെ ദിവസം സ്ലോട്ട് ഇല്ലെങ്കിൽ അടുത്ത ദിവസം വരെ കാത്തു വെക്കേണ്ടി വരും. അതിന് തയ്യാറായിട്ട് ആൾക്കാർ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ ഭാഗത്തുള്ളത്. നിലയ്ക്കലേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. എന്തായാലും പമ്പയിലെ ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണോ? പമ്പയിൽ ഹോൾഡിംഗ് കപ്പാസിറ്റി പരിമിതമാണ്. പരമാവധി ഒരു 8,000-10,000 കൂടുതൽ ആൾക്കാരെ അവിടെ നമുക്ക് കൊള്ളാൻ പറ്റില്ല. നിലയ്ക്കൽ അങ്ങനെയല്ല. നിലയ്ക്കൽ വളരെ വിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ട് ബുക്കിംഗ് ഇന്നത്തേക്ക് കിട്ടുന്നില്ലെങ്കിൽ നാളെ വരെ കാത്തിരിക്കാനുള്ള സൗകര്യം പമ്പയേക്കാൾ കൂടുതലുള്ളത് നിലയ്ക്കലാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയത്.
ഒക്കെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കണ്ട പോലെ തന്നെ തിരക്ക് മറ്റു വഴികളിലേക്കും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത നിലവിൽ ഇലവുങ്കലടക്കം ഒരു ബ്ലോക്കിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലയ്ക്കൽ ഒരു വാഹന പാർക്കിങ്ങിന് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. വാഹന പാർക്കിങ്ങിൻ്റെ കപ്പാസിറ്റി ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ 4500 വാഹനങ്ങളെ ഇന്നലെ വന്നിട്ടുള്ളൂ. നമുക്കവിടെ ഇത്തവണ സുഖമായിട്ടൊരു 11,000 വാഹനങ്ങൾ വരെ കൊള്ളും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോർമലായിട്ട് ഒരു 8,000-8,500 കൊള്ളുമെങ്കിൽ ഒന്ന് ക്രമീകരിക്കാൻ ഒന്ന് പുനഃക്രമീകരിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ 14,000 വരെ കൊള്ളും. അതുവരെ നമുക്ക് ഇതുവരെ അതിൽ കൂടുതലൊരു സംഖ്യ ഇവിടെ വന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ എവിടെയും ബ്ലോക്കില്ല, പരിശോധിച്ചാൽ കാണാം. ആ നടയടച്ചിരിക്കുന്ന കുറച്ച് നേരം അത് കേവലം എനിക്ക് തോന്നുന്നു ഒരു 35-40 മിനിറ്റ് നേരമാണ് ആ തടസ്സം ഉണ്ടായിരുന്നത്. അതും നിലയ്ക്കലേക്ക് വണ്ടി കയറ്റുന്നതിൻ്റെ ആ ജംഗ്ഷനിൽ വന്നിട്ടുള്ള ബോട്ടിലേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു, സുഖമായിട്ട് വാഹനങ്ങൾ വരുന്നു, ആൾക്കാർ വരുന്നു.